ഹലോ, നമ്മളിന്ന് സൺഡേ സ്പെഷ്യലായിട്ടൊരു വരാലകറി വെക്കാൻ വേണ്ടി പോവുകയാണ്. അമ്മയാണ് വെക്കുന്നത്. ഇന്നലെ ജീവനോടെ കിട്ടിയ വരാലാണ്, പക്ഷെ നമ്മളത് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന വഴിക്ക് ചത്തുപോയി. എന്തായാലും ആ ചത്തതിനെ കൈയോടെ തന്നെ എടുത്ത് ഫ്രീസറിലൊക്കെ വെച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ടാണ് നമ്മൾ വെട്ടുന്നത്. പെട്ടെന്ന് അതിൻ്റെ തോല് ഉരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. മീനെല്ലാം വെട്ടി കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ടേ. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഐറ്റംസൊക്കെ ആണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ കോട്ടയത്തെ മീൻകറിയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കൂടുതലും ചേർക്കുന്നത്. പച്ചമുളക് ചെറിയുള്ളി ഒന്നും അങ്ങനെ അധികം ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഒട്ടും ലേറ്റ് ആവാതെ വരാല് കറിയുടെ പരിപാടിയിലേക്ക് കിടക്കാവേ. വിറകടുപ്പിലാണ് മീൻകറി വെക്കുന്നത്. മീൻകറി ചട്ടി വെച്ചു. ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് ഉലുവ ആദ്യം ഇട്ട് പൊട്ടിക്കണം, പിന്നെ കടുകും ഇട്ട് പൊട്ടിച്ചെടുക്കാവേ. ഇതെല്ലാം കരിയാതെ തന്നെ പൊട്ടിച്ചെടുക്കണേ. അതിനുശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ കടുക് പൊട്ടിക്കുന്ന സമയത്തും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റുന്ന സമയത്തും തീയൊക്കെ നന്നായിട്ട് കുറച്ച് വെച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരുപാട് തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇത് മൂത്ത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ ഇളക്കി നന്നായിട്ടത് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാട് മൂത്ത് പോകരുത്, എന്നാലും ഒരു മീഡിയം ലെവലിൽ നിന്ന് മൂത്ത് കിട്ടണം. പിന്നെ ഈ മീൻകറിയൊക്കെ എപ്പോഴും വിറകടുപ്പിലൊക്കെ വെക്കുന്നതായിരിക്കും നല്ലത്. ഇവിടെ അമ്മ കൂടുതലും എല്ലാം വിറകടുപ്പിൽ തന്നെയാണ്. ചായയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ ഗ്യാസൊക്കെ യൂസ് ചെയ്യത്തുള്ളേ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കാശ്മീരി പൊടിയും നോർമൽ മുളക് പൊടിയും ഒന്നിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അതാകുമ്പോഴത്തേക്കും എരിവും കളറും ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുവേ. നമ്മൾ കോട്ടയത്തേക്ക് ഇങ്ങനെ അധികം മല്ലിപ്പൊടി ഐറ്റംസ് ഒന്നും ചേർക്കാറില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കത്തുള്ളൂ. ഈ പൊടി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാവേ. ഈ കുറച്ച് വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരും. അതിനുശേഷം നമ്മൾ ബാക്കി വെള്ളം ഒഴിക്കാവൂ. പക്ഷെ നമ്മളിന്ന് ലേറ്റ് ആയ കാരണം പെട്ടെന്നാണ് മീൻകറി വെച്ച് തീർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട അളവിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയാണ് കോട്ടയത്തെ മീൻകറിയുടെ ഹൈലൈറ്റ്. നമ്മൾ ചേർക്കുന്നത് കുടംപുളിയാണ്. കുറച്ച് ചൂടുവെള്ളത്തിൽ കുടംപുളി കുതിർത്ത് വെച്ചിട്ടാണ് ചേർക്കുന്നത്. ഉപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ പുളിയൊക്കെ നമ്മുടെ പാകം നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനേ. ഇനി ചട്ടിയിലേക്ക് മീൻ കയറ്റുവാണ്. അത് നമ്മൾ വരാലിൻ്റെ തലയൊക്കെ അടുക്കി വെക്കുന്നുണ്ട്. തലയെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പീസെല്ലാം കൂടെ നമുക്ക് ചട്ടിയിലേക്ക് പെറുക്കി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ പാകമാണോ എന്ന് നോക്കിയിട്ട് കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മേളിൽ കൂടി ഇട്ടിട്ട് ഒരു തിള കയറിക്കഴിയുമ്പോൾ നമുക്ക് ചട്ടി അടച്ച് വെച്ച് വേവിക്കാം. നല്ല തീയിലിട്ട് വേവിക്കണം. ഒരു 10 മിനിറ്റ് തീ കിടന്ന് വെന്തിട്ട് പിന്നെ സിമ്മിലാക്കി വറ്റിച്ചാണ് നമ്മൾ സാധാരണ എടുക്കുന്നത് കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ മൂടി മാറ്റി നോക്കിയപ്പോഴത്തേക്ക് നല്ല തിള വന്നിട്ടുണ്ട്. ഇപ്പോൾ അടുക്കളയിലൊക്കെ നല്ലൊരു സ്മെല്ലാട്ടോ വരുന്നത്. പിന്നെ നമ്മുടെ അടുക്കളയുണ്ടല്ലോ, ഒരു 10-26 കൊല്ലം പഴക്കമുള്ളതാണേ. ഇതൊരു നൊസ്റ്റാൾജിക് അടുക്കള ആയത് കാരണം പൊളിച്ച് കളയാൻ ഒട്ടും തന്നെ മനസ്സില്ല ഞങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ വരാലുകറി സെറ്റായിട്ടുണ്ട്. ഇനി അടുപ്പേ നിറക്കുന്ന സീനാണ് കാണുന്നത്. നല്ലതായിട്ട് ഇതേ അടുപ്പേ നിന്ന് താത്തിട്ടും തിളച്ച് ഇങ്ങനെ നിൽക്കുവാണ്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചുറ്റിച്ചെടുക്കണം. ഈ കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും കൂടെ ചേരുമ്പോഴേ ഉള്ളൂ നമ്മുടെ കോട്ടയത്തെ മീൻകറി കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഇത് ഇന്ന് കൂട്ടുന്നതിനേക്കാളും നല്ലത് നാളെ, അതായത് ഒരു ദിവസം വെച്ചിട്ട് കൂട്ടുന്നതായിരിക്കും ആ പക്ക ടേസ്റ്റ് കിട്ടത്തുള്ളേ. മീൻകറിയുടെ പരിപാടി കംപ്ലീറ്റ് കഴിഞ്ഞ് ഇനി ഇത് കഴിക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ചോറ് കപ്പയും മീൻകറിയും കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.